ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 5:30 കൂടി എണീക്കും. ഇന്നിത്തിരി നേരത്തെ എണീറ്റു, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ എണീറ്റത്. ഞാൻ വേഗം വന്ന് നോക്കുന്നത് മാവ് പുളിച്ചോ, മാവ് വീറിയോ എന്നാണ് കേട്ടോ. പുളിച്ചോന്നല്ല, വീറിയോന്ന്. അത് വീറിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിന് ബാക്കി സമാധാനമാണ്. അപ്പോൾ 2 ബോക്സിലായിട്ടാണ് ഞാൻ വെക്കുക. ഒരു ബോക്സ് ഞാൻ അവിടെ വെച്ച് ഇപ്പം ഉണ്ടാക്കാൻ, മറ്റേത് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കും. അത് കഴിഞ്ഞു ചോറിനെ വെള്ളം അടപ്പത്ത് വെച്ചു. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പൂസിന് ഇന്ന് പരിസ്ഥിതി ദിനമല്ല, എൻവയോൺമെൻറ്റ് ഡേ. അപ്പോൾ അപ്പൂസിൻ്റെ സ്കൂളിലൊരു പ്ലക്കാർഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിനായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഉറക്കം വന്നപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തി. അത് നേരം വെളുത്തിട്ട് മുഴുമിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ നൊസ്റ്റ് ഒടിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതേപോലെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ എനിക്കൊക്കെ അമ്മ എണ്ണീട്ടാണ് തോന്നുന്നു ക്രയോൺസും കാര്യങ്ങളൊക്കെ തരിക. കാരണം പേടിയാണ്, കൊണ്ട് കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കെന്തേ അമ്മ എണീറ്റ് വന്നു. ഞങ്ങളിതേ കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നാളികേരം ചിരകിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞിട്ടാണ് ഈ പണികളൊക്കെ ഇവിടെ നടക്കുന്നത്. പയറരിയാൻ ഞാനും കൂടി, എന്നാലും അത് വേഗം കഴിയുള്ളൂ. അമ്മ മെല്ലെ മെല്ലെ ചെയ്യുള്ളൂ. സ്കൂൾ തുടങ്ങിയിട്ട് ഇന്നതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ആ ട്രാക്കിൽ വീഴാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഇനി ഇതിപ്പോൾ അപ്പൂസ് മാത്രമാണ് സ്കൂളിൽ പോകുന്നത്. അന്നക്കുട്ടിയും സില്ലക്കുട്ടിയും അടുത്ത ആഴ്ച തൊട്ട് അവർക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ അവരെയും കൂടെ പറഞ്ഞേക്കണം. ആ 3 ആളെയും കൂടെ സ്കൂളിലേക്ക് ഒരുക്കി കെട്ടി വിടാൻ ഇവിടെ 1.5 യുദ്ധം നടക്കും എന്ന് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം അന്നക്കുട്ടി മാത്രമേ പോയിരുന്നുള്ളൂ. അത് കാരണം അപ്പൂസും അന്നക്കുട്ടിയും മാത്രം പോകുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സില്ലക്കുട്ടിയും പോകും. ഇപ്രാവശ്യം പ്രീ-KG-യിലേക്കാണ് പോകുന്നത്. എങ്ങനെയാ പോവുക, കരഞ്ഞിട്ടാണോ കരയാതെയാണോ അവിടെ ഇരിക്കുമോ എന്നൊന്നും യാതൊരു പിടിയില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോഴേക്കും ദേ ഒരു പണി കിട്ടി എനിക്ക്. ചട്നിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരച്ചപ്പോൾ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അരച്ചപ്പോൾ മിക്സിയുടെ ആ അടിയിലത്തെ പല്ലില്ലേ, ആ പല്ല് തേഞ്ഞു. ഞാൻ വെച്ചത് ശരിയായില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പണിയായിരുന്നു. ഭാഗ്യത്തിന് അരക്കിലും മുഴുവൻ കഴിഞ്ഞു. പിന്നെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ആ പല്ല് മുഴുവനായിട്ട് തേഞ്ഞ് പോയിട്ടുണ്ടായിരുന്നില്ല. ആ സ്ഥാനം തെറ്റിയ ഒരു പ്രശ്നമായിരുന്നു തോന്നുന്നു. ഭാഗ്യത്തിന് അടിയുന്നുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ചട്ടി അടപ്പത്ത് വെച്ചു. ചട്ടി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെയും പല പണികളും സൈഡിൽ നടക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഇപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ വീഡിയോ എടുക്കലും പണികളും കൂടെ ആവുമ്പോൾ അതങ്ങോട്ട് ശരിയാവണില്ലേ എനിക്ക്. പിന്നെ എടുക്കാതെ മാർഗ്ഗമില്ലല്ലോ എന്ന് വിചാരിച്ചെടുക്കണതാണ്. ചട്നിയായി. അപ്പോഴേക്കും അമ്മ ഉപ്പേരി ആക്കുന്നുണ്ട്. പയറുപ്പേരിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അതാണ് അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തേക്കുന്നത്. പയറുപ്പേരിയും കൂടെ ഒരു മുട്ട വറക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. മുട്ട ഞാൻ സാധാരണ ഫ്രൈ പാനിലാണ് ചെയ്യാറ്. ഇന്നൊരു ചെറിയ പണി കിട്ടി. ചട്ടി അവിടെ ഇരിക്കാനായിട്ടാണ് ചട്ടി എടുത്തത്. അപ്പോൾ ചട്ടി എടുത്തപ്പോൾ എനിക്കതങ്ങ് ശരിയായില്ല, അതങ്ങ് പരക്കണില്ലാന്നേ. അപ്പോൾ ഞാനുള്ളത് കൊണ്ട് ഓണം പോലെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മുട്ട വറുത്തെടുത്തു. അപ്പോഴേക്കും അപ്പൂസിന് ദോശ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. ദോശയിൽ ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിക്കും. അതാണ് അപ്പൂസിന് ഇഷ്ടം. അപ്പൂസ് ചട്നി അധികം കഴിക്കില്ല. ഈ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ അവൻ തന്നെ അങ്ങ് വാരി തിന്നോളും. അപ്പോൾ അതങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൂന് നല്ല മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പോൾ ദോശ ഞാൻ മുരിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അപ്പൂസ് എനിക്ക് വന്നു. അപ്പൂസിൻ്റെ കഴിക്കാനുള്ള ദോശയും, അപ്പൂസിന് പാലിൽ തന്നെ ഞാൻ ഇത്തിരി ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് ചായ എന്നും പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അത് അപ്പൂസ് പാല് കുടിക്കില്ല. അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ, അപ്പൂസ് തന്നെ കഴിച്ചോളും, വലിയ കുഴപ്പമില്ലാതെ. കൊല്ലം തൊട്ടായിട്ട് തന്നെ കഴിച്ചു തുടങ്ങിയ. കഴിഞ്ഞൊല്ലൊന്നും ഇതല്ലായിരുന്നു. അപ്പോൾ പിന്നെ അപ്പൂസിന് ഇപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് വേണം ബുക്ക് കൊടുക്കാൻ. അപ്പോൾ അതൊരു കൺഫ്യൂഷനാണ്. ബുക്കും ടൈം ടേബിളും ഞാനും ഒക്കെ ആയിട്ടൊന്ന് ഇണങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പണിയാണ് കുറച്ച് ദിവസത്തേക്ക്. ഇനിയിപ്പോൾ എന്തായാലും അവനൊന്നും അറിയില്ലല്ലോ, എല്ലാം നമ്മൾ വേണം ചെയ്തു കൊടുക്കാൻ. പെൻസിലും ഇതൊക്കെ ചെത്തി ഞാൻ ബോക്സിലാക്കി ബാഗിലാക്കി എല്ലാം വെച്ചു കൊടുക്കും. ഇനി മെല്ലെ മെല്ലെ പഠിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഒരു പെൻസിലുമേ ഒന്നും പോവില്ല. 3-4 പെൻസിൽ ബോക്സിൽ വെച്ചിട്ടുണ്ടോ എന്നവൻ ചെക്ക് ചെയ്ത് നോക്കും വന്നിട്ട്. അതുകാരണം ഞാൻ 3-4 പെൻസിൽ വെക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ വീണ്ടും വലിച്ചിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പ്ലക്കാർഡാണ്. അതിൻ്റെ ഒരു ഫാഷൻ ഷോ ആണ് നിങ്ങൾ ഈ കണ്ടത്. അത് ഞാൻ കവറിലാക്കി കൊടുത്തു. അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത് ഡ്രസ്സ്, അവൻ്റെ യൂണിഫോം അയൺ ചെയ്തിട്ടില്ല എന്ന്. ഓടിപ്പോയി അത് അയൺ ചെയ്തു. 8:30 ആകുമ്പോൾ അവൻ്റെ ഓട്ടോ വരും അവനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി നേരം വൈകിയ മട്ടുണ്ട്. മൊത്തത്തിൽ വേഗം ഞാൻ അപ്പൂസിനെ മാറ്റിച്ചു. അപ്പൂസ് തന്നെ മാറാറായിട്ടില്ല. അപ്പൂസിനെ ഒരാൾ മാറ്റിച്ചു കൊടുക്കണം. പോരാത്തതിന് ഇപ്രാവശ്യം ടൈ ഉണ്ട്. അവൻ്റെ ഇപ്രാവശ്യം പഴയ യൂണിഫോമാണ്. അത് അവന് ടൈറ്റായി, തയ്ച്ചിട്ട് പുതിയത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ടൈ കിട്ടുമ്പോൾ കോളറിൻ്റെ ബട്ടൺ കാരണം കോളറിൻ്റെ അവിടെ കൊച്ചിനെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പൂസിൻ്റെ അഡ്നോഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം രാവിലെയും വൈകിട്ടും
നമുക്ക് മൂക്കിൽ സ്പ്രേ അടിച്ചു കൊടുക്കണം. ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കിയിട്ട് സാവധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും ലഞ്ച് ബോക്സ് ഞാൻ പൊതിഞ്ഞ് ലഞ്ച് ബാഗിൽ ആക്കി കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പയറും മുട്ടയും ആണ് നമുക്കുള്ളത്. ലഞ്ച് കിറ്റിൽ ഞാൻ വെള്ളം വെക്കാറില്ല. വെള്ളം ഞാൻ അവൻ്റെ ബാഗിൽ തന്നെയാണ് വെച്ച് കൊടുക്കാറ്. പിന്നെ അപ്പൂസിനെ ഹിന്ദി തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഹിന്ദി ബുക്ക് ഇങ്ങനെ ഒരു കൗതുകത്തോട് കുട്ടി മറിച്ച് നോക്കുകയാണ് എന്താണ് സംഭവം എന്ന്. അപ്പോൾ ചെരുപ്പിട്ട് വണ്ടി വരാറായി റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പൂസ് പോയപ്പോൾ അന്നസില്ലി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല, അന്നക്കുട്ടി സില്ലക്കുട്ടി. അവരെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. അവരെൻ്റെ വീട്ടിലായിരുന്നു. അവർ സില്ലതേ ഫോണിൻ്റെ ഉള്ളിലാണ്. അന്നതേ ഹിപ്പ് സ്റ്റാറിൻ്റെ നമ്മുടെ ആവേശത്തിലെ ചെക്കനില്ലേ, ആളുടെ ഫാനാണ് അന്നക്കുട്ടി. അത് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സില്ലക്കുട്ടി കണ്ടോ ചുമരി കടിക്കുന്നുണ്ടോ, ചുമരി കടിച്ച് അതുമത്തെ സിമെൻ്റൊക്കെ എടുത്ത് തിന്നെയാണ്. നല്ല രസമാണെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഞാൻ രസമുണ്ടോ ചോദിക്കുമ്പോൾ തലാട്ടുണ്ട് രസമുണ്ട് എന്ന്. അന്നക്കുട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു പാട്ട് വെച്ചിട്ടേക്ക് തോന്നുന്നു ആ ഹിപ്പ് സ്റ്റാറിലെ ആ ചെറുക്കൻ്റെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മോർണിംഗ് വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്